നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 194. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഇന്ന് തൃതീയ സ്കന്ധത്തിലെ 1-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. ഇന്നലെ കുറച്ചൊരു സ്ലീപ്പി തോന്നുന്ന കാരണം പെട്ടെന്ന് അവസാനിപ്പിച്ചു, അതുണ്ടായത്, സാരമില്ല. അപ്പോൾ ഇന്ന് 14-ാമത്തെ ശ്ലോകം പറയണം. ഇത്യുച്ചിവാംസ്തത്ര സുയോധനേന പ്രവൃദ്ധകോപസ്ഫുരിതാധരേണ അസൽകൃതസൽ സ്പൃഹണീയശീല ക്ഷത്താസകർണാനുജ സൗബലേന. ഇത്യുച്ചിവാംസ്തത്ര സുയോധനേന പ്രവൃദ്ധകോപസ്ഫുരിതാധരേണ അസത്കൃത സത്സ്പൃഹണീയശീല ക്ഷത്താസകർണാനുജ സൗബലേന. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഇപ്രകാരം പറഞ്ഞവനും സത്വക്കളാൽ ആഗ്രഹിക്കപ്പെടുവാൻ യോഗ്യമായ സ്വഭാവമുള്ളവനുമായ വിദുരർ അവിടെ ഏറ്റവും വർദ്ധിച്ച കോപത്താൽ ഇളകുന്ന ചുണ്ടുകളോടുകൂടിയവനും വറയ്ക്കുക. കർണൻ, അനുജനായ ദുശാസനൻ, ശകുനി ഇവരോടുകൂടിയവനുമായ സുയോധനനാൽ അവമാനിക്കപ്പെട്ടു. ധർമ്മപുത്രർ അവിടെ നിൽക്കട്ടെ. ഇത് സാക്ഷാൽ യമധർമ്മരാജാവിൻ്റെ അവതാരമായിട്ടുള്ള വിദുരരെ അപമാനിക്കപ്പെട്ടു. അതും തൻ്റെ ചെറിയച്ഛനും കൂടിയാണ്, മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന അംഗം. ഇതാണ് മനുഷ്യന്മാർക്ക് പറ്റുന്ന തകരാറുകൾ. പ്രമോഷയില്ലേ. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുകയാണെങ്കിൽ, വിദുരർ ഈ വിധം പറഞ്ഞു. ഇഷ്ടം നോക്കാതെ ഈ വിധം കാര്യം പറയുന്ന സ്വഭാവം വിദുരർക്ക് ഉള്ളതുകൊണ്ട് എന്താ വിദുരരായിട്ടുള്ള തകരാറ്? അദ്ദേഹം ഓപ്പണായിട്ട് സത്യസന്ധമായിട്ട് ധർമ്മത്തിൻ്റെ ഒപ്പം നിൽക്കുള്ളൂ. ധർമ്മം പറയും, ധർമ്മം ആചരിക്കും. അത് ഇവർക്ക് ഇഷ്ടമല്ല, കൗരവന്മാർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് വിദുരർക്കുള്ളത് കൊണ്ടാണ് സജ്ജനം അദ്ദേഹത്തെ ആരാധിക്കുന്നത്. ആ സഭയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദുര്യോധനന് ദേഷ്യം അധികരിച്ച് ചുണ്ടുകൾ വിറച്ചു. കർണൻ, ദുശാസനൻ, ശകുനി ഇവരൊക്കെ ദുര്യോധന പക്ഷത്തിൽ ചേർന്നു. ദുര്യോധനൻ വിദുരരെ അപമാനിച്ചു. അപ്പോൾ നമ്മൾ വിദുരരെ പോലെ ആവണം. നമ്മളെ ഒരാൾ അപമാനിച്ചാൽ ആ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവാം, അതിനുള്ള അധികാരം നമ്മൾക്കുണ്ട്. പക്ഷേ അവമാനിക്കാതെ കണ്ട് സഭയിൽ ബഹളം കൂട്ടിയിട്ട് ധർമ്മത്തിൽ ചരിക്കുന്ന ഒരു വിഭാഗത്തിനെ കുറ്റം പറയാനുള്ള അധികാരം ആർക്കുമില്ല. അപ്പോൾ പിന്നെ 15-ാമത്തെ ശ്ലോകം. ഏനമാത്രോ വജുഹാവജിഗ്മം ദാസ്യാസുതം യദ്ബലിനൈവ പുഷ്ട തസ്മിൻ പ്രദീപ പരകൃത്യ ആസ്തേ നിർവാസ്യതാം ആശു പുരാശ്ചസാസന. പുരാശ്ച ആ വാക്ക് എന്താണെന്ന് ഞാൻ നോക്കട്ടെ. അതായത് ആസ്തേ ആശു പുരാത് ശ്വാസാന ജീവൻ മാത്രം ശേഷിച്ചവനായിട്ട് ഞാൻ അർത്ഥം പറയാം. ഏകമത്രോപജുഹാവജിഗ്മം ദാസ്യാസുതം യദ്ബലിനൈവ പുഷ്ട തസ്മിൻ പ്രദീപ പരകൃത്യ ആസ്തേ നിർവാസ്യതാമാശു പുരാ ശ്വസാന.
അതൊന്ന് മാർക്ക് ചെയ്യട്ടെ ഞാൻ കേട്ടോ. അപ്പോൾ കുടില സ്വഭാവമുള്ളവനും, ആര്? സുയോധനൻ കുടില സ്വഭാവമുള്ളവനും ദാസിയുടെ പുത്രനുമായ ഇവനെ ഇവിടെ ആര് വിളിച്ചു വരുത്തി? ആരുടെ ഭക്ഷണത്താൽ തന്നെ വളർത്തപ്പെട്ടുവോ അവനിൽ വിരോധമുള്ളവനായിട്ട് ശത്രുവിൻ്റെ കാര്യസാധ്യത്തിൽ ഇരിക്കുന്നു. ശീഘ്രം ജീവൻ മാത്രം ശേഷിച്ചവനായിട്ട് രാജധാനിയിൽ നിന്ന് പുറത്താക്കപ്പെടട്ടെ. ഇവിടെ രണ്ട് കാര്യം. ചോറ് തിന്നു എന്നുള്ളത് കൊണ്ട് അധർമ്മം, ചോറ് തന്ന ആൾ അധർമ്മം ചെയ്യുകയാണെങ്കിൽ ചോറുണ്ട ആൾ അധർമ്മം ചെയ്യണമെന്നില്ല. നേരെ മറിച്ച് ചോറ് കൊടുത്ത ആൾ അധർമ്മം ചെയ്യുകയാണെങ്കിൽ ചോറുണ്ട ആൾ ധർമ്മസ്ഥനാണെങ്കിൽ അയാളെ വിട്ടു പോവാം. ഇതാണ് വിതുരനീതി, അതാണ് ശരി. അപ്പോൾ ഈ ശരിയും തെറ്റും വളരെ രസമായിട്ട് മത്സ്യപുരാണത്തിൽ പറയണു. മത്സ്യപുരാണത്തിൽ എങ്ങനെ പറഞ്ഞത് വിചാരിച്ചാൽ, ധർമ്മത്തിന് 4 കാല്. അപ്പോൾ കൃതയുഗം, ത്രേതായുഗം, അത് കഴിഞ്ഞിട്ട് ദ്വാപരയുഗം, അത് കഴിഞ്ഞിട്ട് കലിയുഗം. ഇപ്പം നമ്മൾ കലിയുഗത്തിലാണ്. അപ്പോൾ 4 കാലുള്ള ധർമ്മം ത്രേതായുഗത്തിൽ വരുമ്പോൾ 3 കാലായി, ദ്വാപരയുഗത്തിൽ വരുമ്പോൾ 2 കാലായി, കലിയുഗം വരുമ്പോൾ 1 കാലായി. ഇനി കൃതയുഗം വരുമ്പോൾ 4 കാലാവും. അപ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കണത്? ധർമ്മം ശോഷിക്കും. ശോഷിച്ച് ഏതാ ധർമ്മം എന്ന് അറിയാത്തൊരവസ്ഥ വരും. ദ്വാപരത്തിൻ്റെ അവസാനം വരുമ്പോഴേക്കും കലിയുടെ പ്രഭാവം തുടങ്ങിയ കാരണം ആൾക്കാർ വിമർശിക്കും. ആരേനെ വിമർശിക്കും? ധർമ്മം ചെയ്യുന്ന ആൾക്കാരെ വിമർശിക്കും. അപ്പോൾ പിന്നെ കലിയുഗത്തിൽ പിന്നെ പുതിയ ന്യൂ ജനറേഷൻ ഏതാ ശരി ഏതാ തെറ്റെന്ന് അറിയാണ്ട് പകച്ചു നിൽക്കും. അപ്പോൾ ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കണം. ഏതാ ഒറിജിനൽ ടെക്സ്റ്റ്? പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ വായിക്കണം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് മനസ്സിലാവാത്തത് കാരണം അവരെ പലതരത്തിൽ ഈ ധർമ്മത്തിനെ വിറ്റ് തിന്നുന്ന ആൾക്കാരും വരും. അതാണ് ശരിയെന്ന് വിചാരിക്കും. അതാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്നത്. അവിടെ നമ്മൾക്ക് അപച്യുതി വരും. അപ്പോൾ ഇവിടെ പറയണു, പിന്നെ അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ ദുര്യോധനൻ വിതുരരെ അവമാനിച്ച രീതിയെ പറയുന്നു. ദാസീപുത്രനും കപട സ്വഭാവമുള്ളവനായ ഇവനെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മന്ത്രിസഭയിലൊക്കെ പിന്നെ അപരാധം പറയുന്ന പോലെയാണ്. അതായത് അവരവർക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ കപട സ്വഭാവമുള്ളവരാണ് നമ്മൾ ആരോപിക്കും. കപട സ്വഭാവം ഇല്ലാത്തവരെ കപട സ്വഭാവം ഉള്ളവരാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? പറയുന്ന ആൾക്കാർ നരകത്ത് പോകും. കാരണം കാപട്യമില്ലാത്തവരെ കാപട്യം ആരോപിക്കാം. അപ്പോൾ ഒരു പോലീസുകാരൻ ഒരു കേസ് ഡിറ്റർമൈൻ ചെയ്യണ സമയത്ത് റൂളിംഗ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടിയുടെയോ പ്രഷർ കാരണം കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ വിളിച്ച് ശിക്ഷിച്ചാൽ ആ പോലീസ് ഇൻസ്പെക്ടർക്ക് നരകം ഫലം. ഇപ്പോഴല്ല, ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ഞാൻ പുരാണങ്ങൾ വായിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആത്മാവിന് ച്യുതി കാണിക്കുകയാണ്. ആത്മാവിന് ച്യുതി ഇല്ല ശരിക്ക്. ആത്മാവിൽ രതി ഉണ്ടെങ്കിൽ അധർമ്മം ചെയ്യില്ല, ആത്മാവിൽ രതി ഇല്ലെങ്കിൽ ധർമ്മം ചെയ്യില്ല. ആത്മാവിൽ ച്യുതി ഇല്ലെങ്കിൽ അധർമ്മം ചെയ്യില്ല, ആത്മാവിൽ ച്യുതി ഉണ്ടെങ്കിൽ ധർമ്മം ചെയ്യില്ല. ഇപ്പം എന്താ മനസ്സിലായത്? ആത്മാരാമന്മാർക്ക് അധർമ്മത്തെ വിട്ടു നിൽക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കാതെ കണ്ട് നമ്മൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കരുത്. വെറുതെ തെറ്റ് ചെയ്തിട്ട് ദീപസ്തംഭം നിറയ്ക്കുക, ഗുരുതി നടത്തുക, അന്നദാനം ചെയ്യുക, ഒരു ഫലവുമില്ല.
അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവശ്യം ശീഘ്രം എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്നറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ അബദ്ധമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അതിൻ്റെ അപ്പോൾ പറഞ്ഞു, പിന്നെ കപട സ്വഭാവമുള്ളവനുമായി ഇവനെ ക്ഷത്രിയരുടെ മന്ത്രാലോചനയ്ക്കുള്ള ഈ സഭയിൽ ആരാണ് വിളിച്ചു വരുത്തിയത്? സ്വപിതാവായ ധൃതരാഷ്ട്ര മഹാരാജാവാണ് വരുത്തിയതെന്ന് അറിഞ്ഞിരിക്കെ ഈ വിധം പറഞ്ഞതിനാൽ പിതാവിനെ കൂടെ ശകാരിച്ചുവെന്ന് സാരം. അച്ഛൻ വിളിച്ചു വരുത്തിയിട്ടുള്ള ആളെ മകൻ അപമാനിച്ചാൽ മകൻ അച്ഛനെ അപമാനിച്ച കൂട്ടത്തിലാണെന്നുള്ളതാണ് ധർമ്മം പറയുന്നത്. ഇനി നമ്മൾക്ക് അത് ഏതാ ശരി ഏതാ തെറ്റെന്ന് നമുക്ക് സംശയം വേണ്ട. പ്രശ്നമില്ലേ? അപ്പോൾ എന്താണ് ഇവന് ദോഷം എന്നാൽ ആരുടെ ചോറുണ്ട് വളർന്നുവോ അവനെ ദേഷിക്കുന്നവനാണിവൻ. അത് മാത്രമല്ല, ഇവിടെ വിശ്വാസം ജനിപ്പിച്ചുകൊണ്ടിരുന്ന് ശത്രുക്കളുടെ കാര്യം സാധിപ്പിക്കുവാൻ സന്നദ്ധനായിരിക്കുന്നു. ഇത്രയും സഭയിൽ പറഞ്ഞ് വിതുരർ ദുഷ്ടനാണെന്നുള്ള തൻ്റെ അഭിപ്രായത്തെ പ്രകാശിപ്പിച്ച ഉടനെ ഭൃത്യന്മാരോട് കൽപ്പിക്കുന്നു, ഇവൻ്റെ ജീവൻ മാത്രം ശേഷിച്ചാൽ മതി. അത്രത്തോളം ദേഹോപദ്രവം ചെയ്ത് രാജധാനിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കപ്പെടട്ടെ. അപ്പം എന്തായി? സുയോധനന് ഭീമൻ്റെ ഗദാപ്രഹരം കേട്ട് വള്ളത്തിൽ കിടക്കേണ്ട യോഗം ഉറപ്പായി. കാരണം ധർമ്മിഷ്ഠനായിരിക്കുന്ന വിതുരരെ ഇങ്ങനെ അവഹേളിപ്പിക്കുകയാണ്. പരമശൈലേ 16ാമത്തെ ശ്ലോകം. സ ഇത്തം മത്യുൽബണകർണബാണേ ഭ്രാതുപുരോ മർമ്മസുധാടിതോപി സ്വയം ധനുർദ്വാരി നിധായ മായാം ഗതവ്യധോ അയാധുരുമാനയാനാം. സ ഇത്തം മത്യുൽബണകർണബാണേ ഭ്രാതുപുരോ മർമ്മസുധാടിതോപി സ്വയം ധനുർദ്വാരി നിധായ മായാം ഗതവ്യധോ അയാധുരുമാനയാനാം. ജ്യേഷ്ഠൻ്റെ മുമ്പിൽ ഇപ്രകാരം അതികഠിനങ്ങളായ വാഗ്ബാണങ്ങളാൽ മർമ്മങ്ങളിൽ അടിക്കപ്പെട്ടു എങ്കിലും വില്ലിനെ പടിവാതുക്കൽ താൻ തന്നെ വെച്ചിട്ട് ദുഃഖിക്കാത്തവനും മായയെ അധികം മാനിക്കുന്നവനുമായിട്ട് യാനം ചെയ്തു എന്ന് പറഞ്ഞാൽ തൻ്റെ മന്ത്രി എന്നുള്ള പദവി അവിടെ അഴിച്ചു വെച്ചു. എന്നിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. ആരെ? വിതുരരെ. അപ്പോൾ ഇവിടെ വില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ, കാരണം രാജാവിൻ്റെ അംഗരക്ഷകൻ അല്ലെങ്കിൽ മന്ത്രി, ചീഫ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ജ്യേഷ്ഠനായ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മുമ്പിൽ വെച്ച്. അപ്പോൾ അദ്ദേഹം തടുത്തില്ല എന്നുള്ളത് വിഷമായതേ. ധൃതരാഷ്ട്ര ഹേ എന്താ സുയോധന ചെയ്യണമെന്നൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. അത് ചെയ്തില്ല. മകൻ ചെയ്യണതൊക്കെ ശരിയാണ് എന്ന് അന്ധനായിരിക്കുന്ന രാജാവ് തീരുമാനിച്ചു. അപ്പോൾ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മുമ്പിൽ വെച്ച് ദുസ്സഹങ്ങളായ ഇപ്രകാരമുള്ള വാക്കുകളാകുന്ന ബാണങ്ങൾ കൊണ്ട് വിതുരൻ്റെ ജീവസ്ഥാനങ്ങളെ വല്ലാതെ മുറിപ്പെടുത്തി. ആത്മാവിന് ക്ഷതം അല്ലേ, ഹൃദയത്തിന്. ധൃതരാഷ്ട്രർ ഒന്നും പറയാതിരുന്നു. എങ്കിലും വിതുരർ ഒട്ടും വ്യസനിച്ചില്ല. അതാണ് സാത്വിക ഗുണമുള്ളവർക്ക് കാര്യം മനസ്സിലാവും. എൻ്റെ ജ്യേഷ്ഠൻ എന്താണ് പറയാം, എൻ്റെ ജ്യേഷ്ഠൻ നിസ്സഹായനാണ്, പുത്രസ്നേഹം കാരണമാണ് അദ്ദേഹം ഒന്നും പറയാത്തത്. ധർമ്മം അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ധർമ്മം ഇഷ്ടമാണെങ്കിൽ പാണ്ഡവന്മാർക്ക് പാണ്ഡുവിൻ്റെ രാജ്യം കൊടുക്കില്ലേ? അപ്പം നമ്മൾക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ധർമ്മത്തിനെ പറ്റി ചെറിയതായ ഒരു ധാരണ നമുക്ക് ഉണ്ടായാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത് ഒട്ടും വ്യസനിച്ചില്ല. അഹോ, ഭഗവാന്റെ മായ വലുത് തന്നെ. അതു നിമിത്തമല്ലയോ മുമ്പിലിരിക്കുന്ന ഭഗവാനെ ഇവർ അറിയാത്തത്? ദൂത് പറയാൻ പോയപ്പോൾ ഇത് ഭഗവാനാണെന്ന് അവർക്ക് അറിയാത്തത് എന്തുകൊണ്ടാണ്? അവർ മായയിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ബന്ധുസ്നേഹത്താൽ ഈ അസത്തുക്കളെ വിട്ടുപിരിയാതിരിക്കുന്ന എന്നെ ഇവരെ കൊണ്ട് തന്നെ പുറത്താട്ടിക്കളയിച്ച് എൻ്റെ ബന്ധുസ്നേഹമാകുന്ന ചങ്ങലയെ മുറിച്ച് അനുഗ്രഹിക്കുവാൻ ഇടവരുത്തുന്നതും ആ മായയല്ലയോ? ശരിയാണ്. മായയ്ക്ക് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, അധർമ്മം ചെയ്യുന്നവരെ കൂടുതൽ അധർമ്മം ചെയ്യിക്കുക. പിന്നൊന്ന്, ധർമ്മിഷ്ഠന്മാരെ മായയിൽ നിന്ന് പുറത്തു ചാടിക്കുക. അപ്പം അതാണ്ടായത്. അപ്പോൾ ഭഗവൻ മാഹാത്മ്യം ആർക്കറിയാം എന്നോർത്ത് ബഹുമാനിച്ച് ദുഃഖം അടക്കി പടിവാതുക്കൾ തൻ്റെ വില്ലു വെച്ച്, അതായത് ഇനി ഞാൻ ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യില്ല, അതന്നെ, അവിടെ നിന്ന് പുറത്തേക്ക് പോയി. പക വീട്ടുവാൻ വിതുരർക്കു കഴിയും, പക്ഷേ അത് ചെയ്തില്ല എന്ന് സൂചിപ്പിക്കുന്നു. കാരണം അദ്ദേഹം വലിയ ആളാണ്. പ്രമുഷയിലെ 17-ാമത്തെ ശ്ലോകം. സ നിർഗത കൗരവ പുണ്യലബ്ധ ഗജാഹ്വയാ തീർത്ഥപദപദാനി അന്വാക്രമൽ പുണ്യചികീർഷയോർവ്യാം സ്വാധിഷ്ഠിതോ യാനി സഹസ്രമൂർത്തി. സ നിർഗത കൗരവ പുണ്യലബ്ധോ ഗജാഹ്വയാ തീർത്ഥപദപദാനി അന്വാക്രമത് പുണ്യചികീർഷയോർവ്യാം സ്വധിഷ്ഠിതോ യാനി സഹസ്രമൂർത്തി. കൗരവന്മാരുടെ പുണ്യത്താൽ ലഭിക്കപ്പെട്ടവനായ അവൻ ഹസ്തിനപുരത്തിൽ നിന്ന് പുറപ്പെടുന്നവനായിട്ട് പുണ്യം ചെയ്യുവാനുള്ള ആഗ്രഹത്താൽ ഭൂമിയിൽ അനേകം മൂർത്തികളോടുകൂടിയ ഭഗവാൻ, അതായത് പല സ്ഥലങ്ങളിലും പല മൂർത്തിഭാവത്തിലാണ് ഭഗവാൻ വിരാജിക്കുന്നത്. അപ്പോൾ നാനാത്വത്തിൽ ഏകത്വം കണ്ടിട്ട് തീർത്ഥാടനം ചെയ്യണം, അല്ലാണ്ട് ഏകത്വത്തിൽ നാനാത്വം കണ്ടിട്ട് ഭ്രമിച്ചും കൊണ്ട് തീർത്ഥാടനം ചെയ്യരുത്. തീർത്ഥാടനം ചെയ്യുന്നവർ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണത്. അപ്പോൾ അനേകം മൂർത്തികളോടുകൂടിയ ഭഗവാൻ യാതൊരു സ്ഥാനങ്ങളെ ശോഭനമായി അധിവസിക്കുന്നുവോ, തീർത്ഥങ്ങൾ പാദത്തിലുള്ള അവൻ്റെ ആ സ്ഥാനങ്ങളെ, ആ വാക്കിൻ്റെ ഒരു ഗരിമ ഗംഭീര. എവിടെയൊക്കെ വൈഷ്ണവ വിഗ്രഹങ്ങളുണ്ടോ അവിടെയൊക്കെ ഗംഗയുണ്ട്. കാരണം എന്താ? ഭഗവാന്റെ പാദം കഴുകിയാൽ ഗംഗയായി. ആ ഒരു മാനസികാവസ്ഥയിൽ വേണം നമ്മൾ തീർത്ഥം സേവിക്കാൻ. അപ്പോൾ തീർത്ഥങ്ങൾ പാദത്തിലുള്ള അവൻ്റെ ആ സ്ഥാനങ്ങളെ ക്രമേണ സഞ്ചരിച്ചു, ഓരോ സ്ഥലത്തായിട്ട് ദർശിച്ചു വന്നു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയാണ്. വാസസ്ഥാനത്തെയും ബന്ധുക്കളെയും വിട്ടുപോവാനുള്ള കാരണങ്ങളെയും വിട്ടുപോയതിനെയും പറഞ്ഞ ശേഷം പിന്നെയുണ്ടായ തീർത്ഥാടനത്തെ പറയുന്നു. വിതുരർ ഹസ്തിനപുരത്തിൽ നിന്ന് പുറത്തു പോയതോടുകൂടെ കൗരവന്മാരുടെ പുണ്യവും പുറത്തുപോയി. കാരണം എന്താ? ധർമ്മിഷ്ഠനാണ് അദ്ദേഹം. ധർമ്മം ഇല്ലെങ്കിൽ പിന്നെ അധർമ്മം കൊടികുത്തി പോയുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിൽ ധർമ്മിഷ്ഠനായിട്ടൊരാളുണ്ടെങ്കിൽ അയാളെ വേദനിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക? അധർമ്മം നമ്മളെ ചതിക്കും. പ്രനുഷയിലെ. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ പണ്ടുണ്ടായ മഹാന്മാരായ കൗരവരാജാക്കന്മാർ ചെയ്ത പുണ്യം നിമിത്തമാണ് ആ കുലത്തിൽ സാക്ഷാൽ ധർമ്മരാജാവ് വിതുരരൂപേണ അവതരിച്ചത്. അപ്പോൾ ഈ കാർത്തിവീരാർജുനന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കാശിരാജപുത്രികളെ അവരുടെ ഭർത്താവ് മരിച്ചപ്പോൾ ഭാരതത്തിന് രാജാക്കന്മാരില്ലാത്ത ദുരവസ്ഥ വരുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി കാർത്തിവീരാർജുനൻ്റെ അമ്മ, അങ്ങനെ പറയാം, വ്യാസരെ കൊണ്ട് ഈ കുട്ടികളിൽ, അനിയൻ്റെ കുട്ടികളിൽ ഭാര്യമാരിൽ പുത്രോൽപത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞാൽ തെറ്റില്ല എന്നാണ്. അവിടെ രണ്ട് ശരീരങ്ങളല്ല ചേർന്നത്, അവിടെ ആത്മബന്ധമാണ്. അതായത് ഭർത്താവ് എന്നുള്ള നിലയ്ക്കല്ല വ്യാസരെ അവർ കാണുന്നത്, ഒരു ഋഷി എന്നുള്ള അതിൽ അപച്യുതി ഉണ്ടാവുകൊണ്ടാണ് ഒരാൾ കണ്ണ് കാണാത്തവനും ഒരാൾ പാണ്ഡുവായിട്ട് മാറിയത്. അപ്പോൾ ഈ പുരാണപ്രസിദ്ധമായ ഉപദേശങ്ങളൊക്കെ ഇന്നത്തെ ജനറേഷൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് മനസ്സിലാക്കണില്ല എന്നും മനസ്സിലാക്കാത്തതിൻ്റെ വൈഷമ്യങ്ങൾ ഒട്ടല്ല, അനവധിയാണ്. അപ്പോൾ
പിന്നെ മൂന്നാമതും ആദ്യത്തെ പിന്നെ സ്ത്രീയോട് തന്നെ, അതായത് ധൃതരാഷ്ട്രയെ പെറ്റ സ്ത്രീയോട് തന്നെ നീ ഒന്നുകൂടി സഹകരിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ദാസി സ്ത്രീനെ പറഞ്ഞയച്ചത്. ദാസിയാണെങ്കിൽ അണിഞ്ഞൊരുങ്ങി ഈ കൃഷ്ണദ്വൈപായനം ചില്ലറ കാരണമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ദാസീപുത്രനായിട്ട് ജനിച്ചത്. പക്ഷേ അതിന് കാരണം എന്താ? കൗരവ രാജാക്കന്മാർ ചെയ്ത പുണ്യങ്ങളുടെ ഫലമായിട്ടാണ് പുണ്യവാനായ ധർമ്മിഷ്ഠനായ വിതുരർ ആ കുലത്തിൽ ജനിച്ചത്. പക്ഷേ അതിനെയൊക്കെ ഒരൊറ്റ അടിക്ക് ഇല്ലായ്മ ചെയ്യുന്ന ദുര്യോധനൻ, കലിയുടെ മൂർത്തിഭാവമായിട്ടുള്ള ദുര്യോധനൻ അവിടെ വന്നതോടുകൂടി ഇദ്ദേഹം സുല്ല് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അതാണ് ഉണ്ടായത്. പറഞ്ഞ വിഷയം. അപ്പോൾ പറയണു, ആ വിതുരർ പുറത്തു പോയത് ആ വംശത്തിലെ പുണ്യം ക്ഷയിച്ചതിനെ സൂചിപ്പിക്കുന്നു. ഭഗവാനുകൂടെ ഐക്യം പ്രാപിക്കുവാൻ തടസ്സപ്പെടുത്തുന്ന പാപങ്ങളെ നശിപ്പിക്കുന്നതിനും പുണ്യം സമ്പാദിക്കുന്നതിനും വിതുരർ നിശ്ചയിച്ചു. ബ്രഹ്മാവ്, ശ്രീ രുദ്രൻ ഇത്യാദി ബഹുരൂപങ്ങളെ സ്വീകരിച്ചിട്ടുള്ള ഭഗവാൻ ഏതേത് സ്ഥാനങ്ങളിൽ ദിവ്യ തേജോമയനായിരിക്കുന്നുവോ ഗംഗയാകുന്ന തീർത്ഥത്തെ പാദത്തിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ വസിക്കുന്ന സ്ഥാനങ്ങളെ ചെന്ന് കണ്ടും സേവിച്ചും ഭൂമിയിൽ പലയിടങ്ങളിലും ക്രമത്തിൽ വിതുരർ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. 18ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. പുരേഷു പുണ്യോപവനാദ്രികുഞ്ചേഷു പങ്കതോ യേഷു സരിൽ സരസ്സു അനന്തലിംഗേ സമലങ്കൃതേഷു ചപാരതീർത്ഥായ ധന്യേഷു അനന്യാം. പുരേഷു പുണ്യോപവനാദ്രികുഞ്ചേഷു പങ്കതോ യേഷു സരിൽ സരസ്സു അനന്തലിംഗേ സമലങ്കൃതേഷു ചപാരതീർത്ഥായ ധന്യേഷു അനന്യാം. അപ്പോൾ പറയണു, അവിടെ ആ രണ്ടാമത്തെ വരി വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പുരേഷു പുണ്യോഭവനാദ്രികുഞ്ചേഷു അപക്കതോ യേഷു സരിൽ സരസ്സു എന്ന് വായിക്കണം. മനസ്സിലായില്ലേ? അവിടെ അപങ്കതോയേഷു ചളിയില്ലാത്ത വെള്ളം എന്നർത്ഥം വരും. അതേമാതിരി പുണ്യോഭവനാദ്രികുഞ്ചേഷു എന്ന് വരും. അതുകൊണ്ടാണ് അവിടെ ഞാനത് കറക്റ്റ് ചെയ്തു നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് മാത്രം. അപ്പോൾ അതെ, പട്ടണങ്ങളിലും പുണ്യങ്ങളായ ഉപവനങ്ങൾ, പർവ്വതങ്ങൾ, വല്യക്കുടിലുകൾ ഇവയിലും ചളിയില്ലാത്ത ജലങ്ങളുള്ള സരിത്തുക്കളിലും സരസ്സുകളിലും ഭഗവാന്റെ ലിംഗങ്ങൾ നന്നായി അലങ്കരിക്കപ്പെട്ട പുണ്യസ്ഥാനങ്ങളിൽ നന്നായി അലങ്കരിക്കപ്പെട്ട പുണ്യസ്ഥാനങ്ങളിൽ ഏകനായിട്ട് സഞ്ചരിച്ചു. ശരിക്ക് തീർത്ഥസ്നാനങ്ങൾ ഇങ്ങനെ ബസ് കയറിയിട്ട് എല്ലാവരും കൂടിയിട്ട് പോയി തമാശയൊക്കെ പറഞ്ഞ് ഫ്രീലാൻസ് പർച്ചേസൊക്കെ ചെയ്തിട്ടല്ല പോവുക. ഒറ്റയ്ക്ക് പോകണം, ഇല്ലെങ്കിൽ പോകണ്ട വയ്ക്കണം. അപ്പോൾ സ്ത്രീകൾ ഞങ്ങളെന്താ ചെയ്യാന്ന് ചോദിക്കരുത്. കാരണം അവരവരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് ഈശ്വരാരാധന ചെയ്യാൻ സാധിക്കണം. ഒറ്റയ്ക്ക് പോകാൻ സാധിക്കാത്തവർ. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാ? ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ആശ്രയദോഷം വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നിശ്ചയിക്കാം. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങൾ കൊണ്ടും സഞ്ചാരങ്ങൾ കൊണ്ടും നിവാസം കൊണ്ടും കളികൾ കൊണ്ടും പുണ്യങ്ങളെ വർദ്ധിപ്പിക്കുവാൻ തക്ക മഹിമയുള്ള പട്ടണങ്ങൾ, വൃന്ദാവനം മുതലായ ഉപവനങ്ങൾ, ഗോവർദ്ധനം മുതലായ പർവ്വതങ്ങൾ, വൃന്ദാവനാദികളിലുള്ള വല്ലീഗൃഹങ്ങൾ, നിർമ്മലജലമുള്ള യമുനാ ഗംഗാദികളായ നദികളെ, പുഷ്കരം മുതലായ തടാകങ്ങളെ, അന്യങ്ങളായിരിക്കുന്ന ഭഗവത് സ്ഥാനങ്ങൾ, ഇവയിൽ അന്യാശ്രയവും അന്യവിചാരവും ഒന്നും വിചാരിക്കരുത്. ദിവസത്തിൽ 3 നേരം കുട്ടികളോട് വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ അമ്മ നേരത്തെ വരാട്ടോ, വേഗം വരാട്ടോ, അല്ലെങ്കിൽ പേരക്കുട്ടികളോട് മുത്തശ്ശി വേഗം വരാട്ടോ, മുത്തശ്ശൻ വേഗം വരാട്ടോ
കുട്ടിക്ക് എന്തൊക്കെയാണ് വേണ്ടത് പറയൂ, വാങ്ങിക്കൊണ്ടുവരാം. അതല്ല ദേശാടനം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവയിൽ അന്യാശ്രയവും അന്യവിചാരവും കൂടാതെ ഭഗവാനെ തന്നെ ആശ്രയിച്ചും സ്മരിച്ചും കൊണ്ട് ഏകനായി തന്നെ സഞ്ചരിച്ചു. 19 ഗാംഭര്യടൻ മേഘവിവിക്ത വൃത്തി സദാ ആപ്ലുതോ അധശയനോ അവധൂത അലക്ഷിതസ്വൈരവധൂതവേഷോ വ്രതാനി ചേരേ ഹരിതോഷണാനി. ഗാംഭര്യടൻ മേഘവിവിക്ത വൃത്തി സദാപ്ലുതോ അധശയനോ വധൂത അലക്ഷിതസ്വൈരവധൂതവേഷോ വ്രതാനി ചേരേ ഹരിതോഷണാനി. ഭൂമിയെ 4 ഭാഗത്തും സഞ്ചരിക്കുന്നവനും പരിശുദ്ധയും നിശ്ചിതവുമായ വൃത്തിയോടുകൂടിയവനും എപ്പോഴും സ്നാനം ചെയ്യുന്നവനും നിലത്ത് ശയിക്കുന്നവനും ശരീരത്തെ വേണ്ട വിധം ശുശ്രൂഷിക്കാത്തവനും ശരീരത്തെ ശുശ്രൂഷിച്ചും കൊണ്ടല്ല തീർത്ഥാടനങ്ങൾ ചെയ്യേണ്ടത്, ശരീരത്തെ ശുശ്രൂഷിക്കാണ്ട് വേണം. അതാണ് സദാ എപ്പോഴും കുളിക്കുന്നവൻ എന്ന് പറയും. എവിടെ ഏത് ക്ഷേത്രത്തിൽ പോയാലും അപ്പോൾ കുളിക്കും. അതന്നെ. അപ്പോൾ പിന്നെ തന്നെ സംബന്ധിച്ചവരാൽ അറിയപ്പെടാത്തവനും തൻ്റെ ഐഡൻറ്റിറ്റി ആരോടും പറയില്ല. കാരണം എന്താ? തീർത്ഥാടനത്തിന് ഭംഗം വരും. ചിലവർ ഇദ്ദേഹത്തിനെ വെച്ച് പൂജിക്കണമെന്ന് നിർബന്ധം പിടിക്കും. ഞാനിതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ പടിഞ്ഞാറേമഠം ദേവസ്വം ക്ഷേത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 6-7 കൊല്ലമായി പോയി ദർശനം ചെയ്തിട്ടുണ്ട്. എന്നാൽ അറിയാണ്ട്, അതായത് ഇപ്പോൾ 2023 മെയ് മാസത്തിൽ എനിക്ക് അവസാനമായിട്ട് ഗുരുവായൂർ ഒരു 8-9 പ്രഭാഷണം കിട്ടിയതിൽ അവസാനത്തെ പ്രഭാഷണം. പിന്നെ എനിക്ക് 2024 കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ മെയിനും ഗുരുവായൂരും പോയിട്ടില്ല. എന്താ പോവാത്തത് വിചാരിച്ചാൽ പ്രഭാഷണത്തിന് പോവും എങ്കിലും ഞാൻ ആ വലിയ ദീപസ്തംഭത്തിന് അവിടുന്ന് തൊഴുള്ളൂ. കാരണം 1000 ആൾക്കാർ ക്യൂ നിൽക്കുമ്പോൾ ഞാനൊരു VIP പാസ് എടുത്തിട്ട് ഞാൻ പോയി തൊഴില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ പ്രഭാഷണത്തിൽ എന്ത് പറഞ്ഞു അത് ഞാൻ അനുവർത്തിക്കും. ദൃക്കിനെ അനുസന്ധാനം ചെയ്യൂ, ദൃശ്യത്തിൽ ഭ്രമിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യും. ഞാൻ എവിടെയും പോകാറില്ല. കാഴ്ച എനിക്ക് പ്രശ്നമല്ല, ചെയ്യില്ല എന്നെ. പിന്നെ ഈശ്വരനെ അനുമോദിക്കൂ, ഈശ്വരനെ അനുകരിക്കരുത്. അത് പ്രബലമായപ്പോഴാണ് ഞാൻ ഈ സപ്താഹങ്ങളിൽ പോക്ക് നിർത്തിയത്. കാരണം എന്താ? സപ്താഹത്തിന് പോയാൽ കമ്മിറ്റിക്കാർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ പല വേഷങ്ങളും കെട്ടണം. അത് ഞാൻ തയ്യാറല്ല. കാരണം ഞാൻ എസൻസ് പഠിച്ചു മനസ്സിലാക്കി. അപ്പോൾ അതിനെതിരായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മുൻകണ്ടിട്ട് 95 തന്നെ എൻ്റെ ഗുരുനാഥൻ എനിക്ക് വാൺ ചെയ്തു. യു ഡോണ്ട് ഗോ ആസ് എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് എൻ അമേച്ചർ, ദാറ്റ്സ് ആൾ, ഫിനിഷ്, നോ ഫർദർ ക്വസ്റ്റ്യൻ. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ? ശുശ്രൂഷിക്കാത്തവനും തൻ്റെ ശരീരത്തെ വേണ്ടവനും ശുശ്രൂഷിക്കാത്തവനും തന്നെ സംബന്ധിച്ചവരാൽ അറിയപ്പെടാത്തവനും അവധൂതന്മാരുടെ വേഷം ധരിച്ചവനുമായിട്ട് വിഷ്ണുപ്രീതി ജനിപ്പിക്കുന്ന വ്രതങ്ങളെ ആചരിച്ചു എന്നാ. വിഷ്ണുപ്രീതിക്ക് ശരീരം നോക്കേണ്ട ആവശ്യമില്ല. എവിടെ വീണ് മരിക്കുന്ന വെച്ചാൽ അവിടെ വീണ് മരിക്കാം, ഒരു കുഴപ്പമില്ല. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയാം. ഭൂമിയിൽ ഒരു ഭാഗത്ത് പ്രത്യേകം വസിക്കാതെ എങ്ങും സഞ്ചരിച്ചു. അതാണ് തീർത്ഥാടനം. അന്യ ആശ്രമവൃത്തികളെ അംഗീകരിക്കാതെ കണ്ട് പരിശുദ്ധമായ സന്യാസവൃത്തിയെ തന്നെ സ്വീകരിച്ചു. പ്രാതസന്ധ്യ, മധ്യാഹ്നസന്ധ്യ, സായം സന്ധ്യ എന്നീ 3 കാലങ്ങളിൽ സ്നാനാദി നിത്യവൃത്തികളെ അനുഷ്ഠിച്ച് നിലത്ത് തന്നെ ശയിച്ച് ശരീര സംസ്കാര ശ്രദ്ധയെ വെടിഞ്ഞ് വൽക്കലാദികളെ കൊണ്ട് അംഗം മറച്ച് തൻ്റെ സംബന്ധികൾ കൂടെ, അതായത് തന്നെ അറിയുന്നവരുടെ കണ്ണ് വെട്ടിച്ചും കൊണ്ട്
കണ്ടറിയാത്ത വിധത്തിലുള്ള വേഷം ധരിച്ച് സർവഭൂതങ്ങളിൽ ദയ, അതാണ് പ്രധാനം. കിട്ടിയതുകൊണ്ട് സന്തോഷം, ഇന്ദ്രിയ നിഗ്രഹം എന്നിങ്ങനെ ഈശ്വരപ്രീതിജനങ്ങളായ വ്രതങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് നടന്നു. അവിടെ നിർത്താം. അപ്പോൾ AC ബസ് ഉണ്ടെങ്കിൽ ഞാൻ അമ്പലങ്ങൾ കാണാൻ വരുള്ളൂ എന്നും ഹോട്ട് വാട്ടർ സർവീസുള്ള റൂമായിരിക്കണം. ഇനി വേനൽക്കാലത്ത് AC ഇല്ലാത്ത റൂമിൽ ഞാൻ കിടക്കില്ല. ഡോർമെറ്ററി എനിക്ക് പറ്റില്ല, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണം. ഇങ്ങനെയുള്ള നിബന്ധനകളൊന്നും തീർത്ഥാടനത്തിന് പ്രയോഗമല്ല, ചെയ്യരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. സർവഭൂതങ്ങളിൽ ദയ കാണിക്കണം, കിട്ടിയത് കൊണ്ട് സന്തോഷം. ഫുഡ് എനിക്ക് നിഷ്കർഷയുണ്ട് കേട്ടോ, അങ്ങനെ പറയരുത്. ഈശ്വരനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ചുക്കും സംഭവിക്കില്ല. ഒരു ചുക്ക് രണ്ടർത്ഥമുണ്ട്, നല്ലതും സംഭവിക്കില്ല, ചീത്തയും സംഭവിക്കില്ല. അത് പോസിറ്റീവായിട്ടുള്ളവർക്ക് നെഗറ്റിവിറ്റി ഉണ്ടാവില്ല, നെഗറ്റിവിറ്റി ഉള്ളവർക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവില്ല. അതന്നെ. അപ്പോൾ അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും ഉദ്ഘോഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.